നമസ്കാരം എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ നാട്ടുകാർക്കും ഈദിൻ്റെ എല്ലാവിധ ആശംസകളും. നല്ലൊരു വീക്കെൻഡ് ആവട്ടെ, ആഘോഷങ്ങളാവട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ പലർക്കും കേൾക്കാറുണ്ട്, എന്തിന് വെബ്സൈറ്റ്, അതിൻ്റെ ആവശ്യം എന്താ? ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് വരെ നമ്മളെങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ നാട്ടുകാരെ അറിയിച്ചിരുന്നു? ബ്രൗഷേഴ്സ്, ഹോർഡിങ്സ്, ബാനർ കെട്ടുക, ന്യൂസ് പേപ്പറിൽ പ്രിൻസ് ഇടുക. ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ അറിയിക്കുന്ന ഏരിയയിൽ, ആവശ്യമുള്ള ഏരിയയിൽ നമ്മുടെ ബിസിനസ്സിനെ അറിയിക്കാനായിട്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ എന്താണ്, ആൾക്കാർ പുറത്ത് യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വീട്ടിനകത്ത് ഇരുന്നിട്ടോ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ടോ ഈവൻ ബസ്സിൻ്റെ അകത്ത് ഇരുന്നിട്ടോ പുറത്ത് നോക്കുന്ന പകരം അവരെന്താ ചെയ്യുന്നത്? മൊബൈലിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ എറയാണപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, ഡിജിറ്റൽ ന്യൂസ് പേപ്പേഴ്സ്, അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ്, ഇവിടെ അല്ലേ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ പറ്റി എവിടെ അറിയിക്കണം? ഇന്ന് ഹോർഡിങ് ഇട്ടിട്ടോ ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ട് കാര്യമുണ്ടോ? വളരെ ലിമിറ്റഡായിട്ട് ചെറിയൊരു സൊസൈറ്റിയിലോ ചെറിയൊരു ഏരിയയിലോ കാണിക്കാൻ മാത്രം നമുക്ക് മണി സ്പെൻഡ് ചെയ്താൽ മതിച്ചാൽ ഒരു ന്യൂസ് പേപ്പർ ഇൻലെറ്റ് ഇടാം, അല്ലെങ്കിൽ ഒരു ബ്രൗഷർ പ്രിൻ്റ് ചെയ്ത് കൊണ്ടേ കൊടുക്കാം. ആ കൊടുക്കുന്ന ബ്രൗഷർ എത്ര ആൾക്കാർ വായിച്ചു നോക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളും ഞാനും അത് വളരെ ചുരുക്കേ വായിച്ചു നോക്കാറുള്ളൂ, അത് അപ്പുറത്തേക്ക് ഇടും. സോ ബേസിക്കലി നമ്മുടെ വിസിബിലിറ്റി ഓൺലൈൻ ഡിജിറ്റലിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പുതിയ പുതിയ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ വിസിബിലിറ്റി കൂടും. ആ വിസിബിലിറ്റി ഉണ്ടായാൽ മാത്രമാണ് ഒരു കസ്റ്റമർ, നമ്മൾ ആവാൻ പോണ കസ്റ്റമറോ അല്ലെങ്കിൽ എല്ലാ കസ്റ്റമർക്കോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെന്താ പുതിയതായി ചെയ്തത്, നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്, നമ്മൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്, എന്ത് പ്രൊഡക്റ്റാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ വന്നു പോയി 2 മാസം മുമ്പേ വെച്ചാൽ അവൻ്റെ മനസ്സിൽ നമ്മുടെ കമ്പനിയുടെ പേര് വിട്ടുപോയിട്ടുണ്ടാവും, നമ്മുടെ ഷോപ്പിൻ്റെ പേര് പോയിട്ടുണ്ടാവും. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റും അതിന് നമുക്ക് വിസിബിലിറ്റി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളും അതിലേക്ക് ലിങ്ക് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ റെഗുലറായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയോ നമ്മുടെ സർവീസിനെ പറ്റിയോ അതല്ലെങ്കിൽ ഈ ഡൊമെയിനിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി അറിവ് കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സാധനവും ഒരാൾക്കും വേറൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല. വിൽക്കുക എന്ന കോൺസെപ്റ്റ് ഇല്ല. ഇറ്റ്സ് ഓൺലി മേക്കിംഗ് ദി അതർ പേഴ്സൺ ടേക്ക് എ ഡിസിഷൻ ടു പർച്ചേസ്. അപ്പുറത്തുള്ള കസ്റ്റമറിന് വാങ്ങിക്കാനുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹകരണവും സഹായവും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കൂ. നല്ലൊരു വീക്കെൻഡ് ആവട്ടെ, എൻജോയ് ചെയ്യൂ. ഇത് ആവശ്യമുള്ള ആൾക്കും കൂടി ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ബൈ.